കമ്പ്യൂട്ടർ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൽജിബ്രയുടെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരെയും CS ക്യാപ്സൂളിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചാപ്റ്ററിലെ ആദ്യ ഭാഗത്ത് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ നാം ഉപയോഗിക്കുന്ന വിവിധ തരം നമ്പർ സിസ്റ്റങ്ങളെയാണ്. നമ്പർ സിസ്റ്റം ഒന്നാമത്തെ ചാപ്റ്ററിൽ നാം പഠിച്ചു കഴിഞ്ഞു. സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് ഈസ് കാൾഡ് നമ്പർ സിസ്റ്റം. എല്ലാ നമ്പേഴ്സും അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നാം എന്ത് പറയുന്നത് നമ്പർ സിസ്റ്റം. നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ. അപ്പോൾ അങ്ങനെ എല്ലാ നമ്പേഴ്സും റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കാൾഡ് റാഡിക്സ് ഓർ ബേസ്. ഓർത്തു വെക്കുക, എത്ര സിമ്പിൾസാണോ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ എണ്ണത്തെയാണ് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ റാഡിക്സ് അഥവാ ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം, ഏത് നമ്പർ നമ്മൾ എടുത്തു നോക്കിയാലും 0 മുതൽ 9 വരെയുള്ള ഈ സിമ്പിൾസിൽ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ആ നമ്പർ അടയാളപ്പെടുത്തിയിരിക്കുക. ഇപ്പോൾ 549 5 4 9. അപ്പോൾ എല്ലാ സിമ്പിളും 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറുകളും 0 മുതൽ 9 വരെയുള്ള സിമ്പിളുകൾ ഉപയോഗിച്ചിട്ടാണ് നാം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളുകളുടെ എണ്ണം എത്രയാണ്? 0 മുതൽ 9 വരെ എന്ന് വെച്ചാൽ 9ഉം 0ഉം കൂട്ടിയാൽ 10 സിമ്പിൾസാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അഥവാ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ പറ്റി ഒന്നാമത്തെ നമ്മൾ പറയുകയാണ്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് 10 സിമ്പിൾസ്. നാം പറഞ്ഞു 0 to 9. ഹെൻസ്, അതുകൊണ്ട് ബേസ് ഓർ റാഡിക്സ് ഈസ് 10. അതുകൊണ്ട് തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അഥവാ റാഡിക്സ് എന്ന് പറയുന്നത് 10 ആകുന്നു. ഇറ്റ് ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം മീൻസ് ഈച്ച് ഡിജിറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വെയ്റ്റ് റിലേറ്റീവ് ടു ഇറ്റ്സ് പൊസിഷൻ. ഇതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ ഓരോ തന്ന നമ്പറിൽ ഓരോ ഡിജിറ്റിൻ്റെ പൊസിഷനും ഒരു പ്രത്യേക വാല്യൂ ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, മലയാളം മീഡിയത്തിലാണെങ്കിൽ ഒറ്റ, 10, 100, 1000 അതാ പറഞ്ഞത്. ഓരോ പൊസിഷനും ആ നമ്പറിലുള്ള ഓരോ ഡിജിറ്റും അതിനോരോ പൊസിഷനിലായിരിക്കും. ഒറ്റയുടെ ഭാഗത്താണെങ്കിൽ അതിന് ഒറ്റയുടെ വെയിറ്റ് ആയിരിക്കും. രണ്ടാമത്തെ പൊസിഷനിൽ 10 ആയിരിക്കും. മൂന്നാമത്താണെങ്കിൽ 100 ആയിരിക്കും. നാലാമത്താണെങ്കിൽ 1000 ആയിരിക്കും. ഇതാണ് അതെന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഓരോ പൊസിഷൻ ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. 5876. ഇത് ഡെസിമൽ നമ്പർ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അതാ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് വരും. ഇവിടെ നിങ്ങൾക്കറിയാം ഒറ്റ, ഇവിടെ 10, ഇവിടെ 100, ഇവിടെ 1000. ഇങ്ങനെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ വെയിറ്റ് ഇവിടെ 10ൻ്റെ പവറായിട്ട്, കാരണം സിമ്പിൾസുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് അതിൻ്റെ വെയിറ്റ് വരിക. ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ സിമ്പിൾ എന്ന് വെച്ചാൽ 10 ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് 10ൻ്റെ പവറായിട്ടാണ് അതിൻ്റെ വെയിറ്റ് വരിക. അവിടെ 10 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിമ്പിൾസാണ്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം, രണ്ടാമത്തേന് 10, 10 പവർ 1, ഇവിടെ 10 പവർ 2 100, ഇവിടെ 10 പവർ 3 1000, അടുത്ത് 10 പവർ 4 10000. ഇങ്ങനെയാണ് അതിൻ്റെ വെയിറ്റ് വരിക. ആ 10 എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് സിമ്പിൾസിനെയാണ്. കണ്ടോ, ഒന്നാമത്തെ 10 പവർ 0. ഏതൊരു സംഖ്യയുടെ പവറിൽ 0 വന്നാലും അത് 1 ആണ്. അപ്പോൾ ഇവിടെ 10 പവർ 0 എന്ന് വെച്ചാൽ 1 ഒറ്റ. നെക്സ്റ്റ് 10 പവർ 1 അപ്പോൾ 10. നെക്സ്റ്റ് 10 പവർ 2 100. നെക്സ്റ്റ് 10 പവർ 3. അങ്ങനെയാണ് ഇതിനെന്ത് വന്നിട്ടുള്ളത്, ഓരോ വെയിറ്റും ഇതിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, 5 × 10 പവർ 3 പ്ലസ് 8 × 10 സ്ക്വയർ പ്ലസ് 7 × 10 പവർ 1 പ്ലസ് 6 × 10 പവർ 0 5 × 10 പവർ 3 എന്ന് പറഞ്ഞാൽ 1000 പ്ലസ് 8 × 100 പ്ലസ് 7 × 10 പ്ലസ് 6 × 1 10 പവർ 0 1. ശ്രദ്ധിക്കുക, ഏത് പവറാണ്, 5 പവർ 0 ആണെങ്കിലും 2 പവർ 0 ആണെങ്കിലും എല്ലാം പവറിൽ 0 വന്നാൽ ആൻസർ 1 ആയിരിക്കും. പിന്നെ ഇവിടെ 5 × 1000 5000 പ്ലസ്
8 into 100, 800 പ്ലസ് 7 into 10, 70 പ്ലസ് 6. അങ്ങനെയാണ് ഇവിടെ 5876 വന്നിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഓരോ ഡിജിറ്റിനും ഇപ്പം നിങ്ങൾക്കറിയാം ഇതൊക്കെ ഒരു ഡിജിറ്റ്, ഇതൊരു ഡിജിറ്റാണ് തന്ന നമ്പറിലെ 7 മറ്റൊരു ഡിജിറ്റാണ്, 8 മറ്റൊരു ഡിജിറ്റാണ്, 5 മറ്റൊരു ഡിജിറ്റാണ്. ഓരോ ഡിജിറ്റിൻ്റെയും ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും അതിനെ പൊസിഷൻ അനുസരിച്ച്. നാലാമത്തെ പൊസിഷൻ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എടുക്കുക. റൈറ്റ് മോസ്റ്റ് ആണ് ഏറ്റവും റൈറ്റിൽ വരുന്നതിൻ്റെ വെയിറ്റ് ഒറ്റ അഥവാ 10 പവർ 0. രണ്ടാമത്തേൻ്റെ 10 പവർ 1, അടുത്ത 10 പവർ 2, അടുത്ത 10 പവർ 3, അടുത്ത 10 പവർ 4. ഇങ്ങനെയാണ് വെയിറ്റ് പോവുക. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഇത് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് കാൾഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആൻഡ് ഹയസ്റ്റ് വെയ്റ്റഡ് ഡിജിറ്റ്. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഒരു നമ്പറിലെ ഏറ്റവും ലെഫ്റ്റിൽ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മുകളിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലെഫ്റ്റിൽ വരുന്നത് ഇപ്പോൾ 5876 ഏറ്റവും ലെഫ്റ്റിൽ വരുന്നത് 5 ആണ്. അതിനായിരിക്കും ഹയസ്റ്റ് വെയ്റ്റ്. നിങ്ങൾക്കറിയാം 10 പവർ 3. അതിന് ഏറ്റവും ഹയസ്റ്റ് വെയ്റ്റുള്ള ഡിജിറ്റിനെയാണ് നാം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അഥവാ MST. ലെഫ്റ്റ് അതുപോലെ തന്നെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് കാൾഡ്, ഏറ്റവും റൈറ്റിൽ വന്നിട്ടുള്ളതിനെയാണ് നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വെയിറ്റ് 10 പവർ 0. ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഡിജിറ്റിനെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് അഥവാ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ്. ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും വെയിറ്റ് കൂടുതലുള്ള ഡിജിറ്റിനെയാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് MST ആൻഡ് LST ഓഫ് 345. അറിയാം എന്താണ് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ്, ഹയസ്റ്റ് വെയിറ്റ് 3, അതാണ് MST. ലീസ്റ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ എന്താണ് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ്, അതാണ് ഇവിടെ LST 5. ബൈനറി നമ്പർ സിസ്റ്റം രണ്ടാമത്തെ നമ്പർ സിസ്റ്റമാണ്. നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു നമ്പർ സിസ്റ്റമാണ്. ബൈനറി മീൻസ് 2, 2 എന്നാണ് ബൈനറി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇറ്റ് യൂസസ് 2 സിംബൽസ് 0 ആൻഡ് 1 ടു ഫോം നമ്പേഴ്സ്, ഹെൻസ് ഇറ്റ് ഈസ് കാൾഡ് ബൈനറി നമ്പർ സിസ്റ്റം. 2 സിംബൽസായ 0യും 1ഉം മാത്രം ഉപയോഗിച്ച് നമ്പേഴ്സ് അടയാളപ്പെടുത്തുന്ന നമ്പർ സിസ്റ്റത്തെയാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ബേസ് ഈസ് 2. അപ്പോൾ ഇതിൻ്റെ ബേസ് 2 സിംബൽസേ ഉള്ളൂ, 0യും 1ഉം. അപ്പോൾ സിംബൽസിൻ്റെ എണ്ണം 2 ആണ്. അതുകൊണ്ട് തന്നെ ബേസ് അല്ലെങ്കിൽ റാഡിക്സും 2 തന്നെയാണ്. ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ എന്ന് വെച്ചാൽ ഒരു നമ്പറിൽ വരുന്ന ഓരോരോ ഡിജിറ്റ്. ഇപ്പോൾ താഴെ ഇവിടെ ശ്രദ്ധിക്കുക, 1101. ഒരിക്കലും ഇതിനെ 1101 എന്ന് വായിക്കരുത്. 1 ബൈനറിയാണ്. ഇതാണ് 2 എന്ന് പറഞ്ഞ ബൈനറി. ഇതിൻ്റെ ബേസ് 2. 1101. ഇതിൽ 1 ഇതൊരു ഡിജിറ്റാണ്, ഇതൊരു ഡിജിറ്റാണ്, ഇതൊരു ഡിജിറ്റാണ്, 0 ഡിജിറ്റാണ്, ഇതൊരു ഡിജിറ്റാണ്. 4 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഈച്ച് ഡിജിറ്റ് ഇൻ എ ബൈനറി നമ്പർ ഈസ് കോൾഡ് ബിറ്റ്. തന്നിട്ടുള്ള ബൈനറി നമ്പറിലുള്ള ഓരോ ഡിജിറ്റിനെയും നമ്മൾ പറയാം ബിറ്റ് എന്നാണ്. 0 ഈസ് എ ബിറ്റ്, 1 ഈസ് എ ബിറ്റ്. 0യും ബിറ്റാണ്, 1ഉം ബിറ്റാണ്. അതാ പറഞ്ഞിട്ടുള്ള ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കാൾഡ് ബിറ്റ്. ഒരു ബൈനറി നമ്പറിലെ ഓരോ ഡിജിറ്റിനെയും നമ്മൾ പറയുന്നു മീൻസ് 0 അല്ലെങ്കിൽ 1 ഇതേ ഉണ്ടാവുള്ളൂ. ഇതിനെ ബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബൈനറി ഡിജിറ്റ്. ബിറ്റിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അതറിയപ്പെടുന്നത് ബൈനറി ഡിജിറ്റ് എന്ന രീതിയിലാണ്. ഇറ്റ് ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഇതിനും ഒരു പൊസിഷൻ ഓരോ വാല്യൂ ഉണ്ട്, ഓരോ പൊസിഷനും വാല്യൂ ഉണ്ട്. ഇതിൻ്റെ ബേസ് 2 ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഓഫ് ഈച്ച് ബിറ്റ് ഓർ ഈച്ച് പൊസിഷൻ ഈസ് ദ പവർ ഓഫ് 2. ഓരോ ഡിജിറ്റിൻ്റെയും ബിറ്റിൻ്റെയും പവർ അല്ലെങ്കിൽ ഓരോ പൊസിഷൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് പവർ ഓഫ് 2 ആയിരിക്കും. അവിടെ 10 ആയിരുന്നു, കാരണം സിംബൽസിൻ്റെ എണ്ണം 10 ആയിരുന്നു ഡെസിമലിൽ. ഇവിടെ ബൈനറിയിൽ സിംബൽസിൻ്റെ എണ്ണം 2 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 1101 ബേസിൽ 2 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബൈനറി നമ്പർ. കാരണം ഇത് നമുക്ക് ഡെസിമലായിട്ട് എടുക്കുകയാണെങ്കിൽ 1101 എന്ന് വിളിക്കും.
അതുകൊണ്ടാണ് അത് ഏത് നമ്പർ സിസ്റ്റത്തിൽ വരുന്നതാണെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കോമണായി ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണിത്. അതിൻ്റെ താഴെ ബേസ് എഴുതുക. 2 എന്ന് വെച്ചാൽ ബൈനറി. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ നമ്പർ എഴുതി 1 1 0 1. റൈറ്റ് മോസ്റ്റിൽ 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3. ലെഫ്റ്റ് മോസ്റ്റിൽ 2 പവർ 3. ഇതാണ് 1 × 2 പവർ 3 പ്ലസ് 1 × 2 പവർ 2 പ്ലസ് 0 × 2 പവർ 1 പ്ലസ് 1 × 2 പവർ 0. അങ്ങനെയാണ് ഇവിടെ 13 വന്നിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പിന്നെ പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ വെയിറ്റ് അറിഞ്ഞിരിക്കുക. വെയിറ്റ് ഈസ് ദ പവർ ഓഫ് 2. ഇപ്പം പവർ ഓഫ് 2 ആണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വെയിറ്റ് വരുന്നത്. ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കാൾഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അവിടെ MSD എന്നാണ്, ഡിജിറ്റ് എന്നാണ്. ഇവിടെ ഓരോ ഡിജിറ്റിന് നമ്മൾ പറയുന്നത് ബിറ്റ് എന്നാണ്. അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്നാണ്. ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്, ഏറ്റവും ലെഫ്റ്റിൽ വരുന്ന, മീൻസ് ഹയസ്റ്റ് വെയ്റ്റഡ് ബിറ്റ് ഈസ് നോൺ ആസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഏറ്റവും വെയിറ്റ് കൂടിയ ലെഫ്റ്റിൽ വരുന്ന ബിറ്റിനെയാണ് നാം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് മോസ്റ്റ് ബിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കാൾഡ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഏറ്റവും റൈറ്റിൽ വരുന്ന, വെയിറ്റ് ഏറ്റവും കുറവുള്ള നമ്പർ ബിറ്റിനെയാണ് നാം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലീസ്റ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് 1010. ഇപ്പോൾ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ് റൈറ്റിൽ. അതിൻ്റെ പവറാണ് ഇത് നിങ്ങൾക്കറിയാം 10 പവർ 0. ഇവിടെ 10 പവർ 1, ഇവിടെ 10 പവർ 2 പവർ ബൈനറിയാണ്, തെറ്റിപ്പോയതാണ്. 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3. അപ്പോൾ ഏറ്റവും വെയിറ്റ് കുറവുള്ളത് റൈറ്റ് മോസ്റ്റ് ബിറ്റാണ്. റൈറ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 0. അതിൻ്റെ പവർ എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത് 2 പവർ 0 ആണ്. അതുകൊണ്ട് 0 ഈസ് നോൺ ആസ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അതുപോലെ തന്നെ ഹയ്യസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3. ഹയ്യസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റാണ്. ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 പവർ 3 ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ജനറൽ ഫോർമാറ്റ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ഡെസിമൽ പഠിച്ചു, ബൈനറി പഠിച്ചു. ഇപ്പോൾ ഡെസിമൽ ആണെങ്കിൽ എക്സാം നോക്കുക, ഇത് 1010 ആണ്. പക്ഷേ ബൈനറി ആണെങ്കിൽ 1010. ഇപ്പോൾ ഏത് നമ്പർ സിസ്റ്റം ആണെന്ന് മനസ്സിലാവാൻ വേണ്ടി അതിന് ജനറൽ ഫോർമാറ്റ് ഉണ്ട്. നമ്പർ ഇങ്ങനെ ഉള്ളിൽ എഴുതും, അതിന് താഴെയായിട്ട് അതിൻ്റെ ബേസ് എഴുതും. അതിനനുസരിച്ചാണ് നമ്മൾ ഏത് നമ്പർ സിസ്റ്റം ആണെന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റം. ഇറ്റ് യൂസസ് 8 സിംബൽസ്. ഒക്ടൽ മീൻസ് 8. അതുകൊണ്ട് തന്നെ ഇറ്റ് യൂസസ് 8 സിംബൽസ് 0 to 7 to form numbers ഈസ് കാൾഡ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം 8 സിംബൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. സിംബൽസ് 0 മുതൽ 7 വരെയുള്ള സിംബൽസാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ 8 സിംബൽസ്, 0 മുതൽ 7 വരെ എന്ന് വെച്ചാൽ 8 സിംബൽസ്. അതുകൊണ്ട് തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 8 ആകുന്നു. ഇറ്റ് ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ ഓരോ ഡിജിറ്റിനും, ഒക്ടൽ നമ്പറിലെ ഓരോ ഡിജിറ്റിനും ഒരു പൊസിഷൻ, ഓരോ വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഓഫ് ഈച്ച് ഡിജിറ്റ് ഈസ് ദ പവർ ഓഫ് 8. ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 8 ആണ്. അപ്പോൾ 8ൻ്റെ പവറായിരിക്കും. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതാ 132 ബേസ് 8. അപ്പോൾ ഒക്ടൽ നമ്പർ 132 പറയുമ്പോൾ 2ൻ്റെ പവർ, അതിൻ്റെ വെയിറ്റ് 8 പവർ 0, 8 പവർ 1, 8 പവർ 2. ഒക്ടലായതുകൊണ്ട് 8 പവർ 0, 8 പവർ 1, 8 പവർ 2. വെയിറ്റ് ശ്രദ്ധിക്കുക. അടുത്തത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇറ്റ് യൂസസ് 16 സിംബൽസ്. 16 സിംബൽസ് ഉണ്ട്. 0 to 9, A to F to form numbers ഈസ് കാൾഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. A number system that uses
ഇംഗ്ലീഷ് ആൽഫബറ്റ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഒരു പ്രാവശ്യം വന്നതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ABCDEF. എഫ് വരെ ഉണ്ട്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞു 16 സിമ്പിൾസ് ആണുള്ളത് എന്ന് പറഞ്ഞു. 0 മുതൽ 9 വരെയാണ് 10 എണ്ണം. അതിന് വേണ്ടിയിട്ടാണ് 0 to 9 വരെ ഉപയോഗിക്കുന്നത്. 10 എന്നുള്ള റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ A ആണ്. 11 എന്നുള്ളത് ക്യാപിറ്റൽ B, 12 ക്യാപിറ്റൽ C, അങ്ങനെ F15 വരെ പോവും. അങ്ങനെയാണ് 16 സിമ്പിൾസ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ബേസിക് 16, അതിൻ്റെ ബേസ് 16 ആണ്. ഇതും ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. വെയിറ്റ് ഓഫ് ഈച്ച് ഡിജിറ്റ് ഈസ് ദ പവർ ഓഫ് 16. ഓരോന്നിന് വെയിറ്റ് എന്ന് പറയുന്നത് പവർ ഓഫ് 16 ആണ്. എന്ന് വെച്ചാൽ 16 പവർ 0, 16 പവർ 2, 16 പവർ 3, അങ്ങനെയാണ് വരിക. സിമ്പിൾസ് ABCDEF ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് 10. ക്യാപിറ്റൽ A എന്ന് വെച്ചാൽ 10 ആണ്, B എന്ന് വെച്ചാൽ 11 ആണ്, C എന്ന് വെച്ചാൽ 12 ആണ്, D എന്ന് വെച്ചാൽ 13, E എന്ന് വെച്ചാൽ 14 ആൻഡ് F റെപ്രസെൻറ്റ് 15. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. 1 1 തന്നെയാണ്, ഡെസിമൽ 1, ഹെക്സാഡെസിമൽ 1 തന്നെയാണ്. ഇവിടെ വരെ ഒരു സെയിം ആണ്. പക്ഷെ 10 വന്നാൽ A, 11 വന്നാൽ B, 12 വന്നാൽ C, 13 വന്നാൽ D, 14 വന്നാൽ E, 15 വന്നാൽ F. ഇതോടുകൂടി 4 നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം ഇൻ കമ്പ്യൂട്ടേഴ്സ്. വൈ വി സ്റ്റഡി ബൈനറി നമ്പർ സിസ്റ്റം? എന്തിനാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം പഠിക്കുന്നത്? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓർ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം ഇൻ കമ്പ്യൂട്ടേഴ്സ്? കമ്പ്യൂട്ടേഴ്സിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്താകുന്നു? അപ്പോൾ നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ഡാറ്റ ബൈ യൂസിങ് ബൈനറി നമ്പേഴ്സ്. കമ്പ്യൂട്ടർ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈനറി നമ്പേഴ്സ് വെച്ചിട്ടാണ്. കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ഡാറ്റ ബൈ യൂസിങ് ബൈനറി നമ്പേഴ്സ് മീൻസ് ബിറ്റ്സ് 1 and 0. 1ഉം 0യും ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അഥവാ സ്റ്റോർ ചെയ്യുന്നത്. 1 റെപ്രസെൻറ്റ് ഓൺ, 1 എന്ന് വെച്ചാൽ ഓൺ എന്നാണ്, 0 എന്ന് വെച്ചാൽ ഓഫ് ആണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തിന് നിങ്ങൾ പഠിക്കുന്നു എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ യൂസിങ് എന്ന് പറയേണ്ട, കമ്പ്യൂട്ടർ റെപ്രസെൻറ്റ് ഡാറ്റ ബൈ യൂസിങ് ബൈനറി നമ്പേഴ്സ്. സോ വി ആർ സ്റ്റഡിങ് ബൈനറി നമ്പർ സിസ്റ്റം. അതുകൊണ്ടാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അടയാളപ്പെടുത്തുന്നത് ബൈനറി നമ്പേഴ്സ് വെച്ചിട്ടാണ്. ഒരു അസൈൻമെൻ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇന്നെടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൽ മതി, ആൻസർ എഴുതിയാൽ മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏതൊരു നമ്പർ, ഇവിടെ ശ്രദ്ധിക്കുക, ഏതൊരു നമ്പർ സിസ്റ്റം നിങ്ങൾ നമ്പർ എടുക്കുകയാണെങ്കിലും ആ നമ്പർ ബേസ്, ഇപ്പം 246 ബേസ് 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് 10 ആണ്. അപ്പോൾ അതിൽ വരുന്ന മാക്സിമം ഡിജിറ്റ്, അത് വരുന്ന മാക്സിമം നമ്പർ എന്ന് വെച്ചാൽ 9 വരെ വരുള്ളൂ. ഡെസിമൽ നമ്പറിൽ ഏറ്റവും വലിയ സിമ്പൽ എന്ന് പറയുന്നത് 9 ആണ്. അതുപോലെ തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ വരുന്നത് 7 വരെ മാത്രമേ ഉള്ളൂ. 8 എന്നുള്ളത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരില്ല. അതുപോലെ തന്നെ ബൈനറിയിലാണെങ്കിൽ 0യും 1ഉം വരുന്നുള്ളൂ, 2 വരില്ല. ആ ബേസിനേക്കാൾ 1 കുറഞ്ഞിട്ടാണ് അതിൻ്റെ സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്പർ എഴുതുക. എന്ന് വെച്ചാൽ 0 മുതൽ 9 വരെ ആ സിമ്പലാണ് വരുന്നുള്ളൂ. ഏതിൽ? ഡെസിമലിൽ. ബൈനറിയിലാണെങ്കിൽ 0യും 1ഉം മാത്രമേ വരുന്നുള്ളൂ. ഒക്ടലിലാണെങ്കിൽ 0 മുതൽ 7 വരെ വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കാം നിങ്ങൾ ഈ അസൈൻമെൻറ്റ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എല്ലാവരും അസൈൻമെൻറ്റ് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇന്നോ നാളെയോ എനിക്ക് അയച്ചു തരിക. താങ്ക് യു.